നമസ്കാരം. തീർത്ഥാടന യാത്രകൾ വിശ്വാസികളുടെ മനസ്സിൽ പ്രതീക്ഷയുടെയും ഭക്തിയുടെയും സന്തോഷത്തിന്റെയും ഓർമ്മകളാണ് സമ്മാനിക്കാറ്. എന്നാൽ സൗദി അറേബ്യയിലെ മക്ക മദീന ഹൈവേയിൽ ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിനുണ്ടായ ദാരുണമായ ദുരന്തം ആ പ്രതീക്ഷകൾക്ക് മേൽ ഒരു കരിനിഴൽ വീഴ്ത്തി. ഒരു ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ച് തീപിടിച്ച ബസ്സിൽ യാത്ര ചെയ്ത 46 പേരിൽ 42 ഇന്ത്യക്കാർ മരണത്തിന് കീഴടങ്ങി. ഉറക്കത്തിലായിരുന്ന തീർത്ഥാടകർക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം പോലും നൽകാതെ തീജ്വാലകൾ അവരെ വിഴുങ്ങുകയായിരുന്നു. ഈ ഹൃദയഭേദകമായ ദുരന്തത്തിൽ നിന്ന് മുഹമ്മദ് അബ്ദുൾ ഷോയിബ് എന്ന 24-കാരൻ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടതിൻ്റെ കഥ ഒരു നേരിയ പ്രത്യാശയുടെ കിരണം പോലെ അവശേഷിക്കുന്നുണ്ട്. മരണത്തിൻ്റെ കെടുതിയിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആ ഒരേ ഒരു വ്യക്തിയെക്കുറിച്ചും ഈ ദുരന്തം ഇന്ത്യ സൗദി ഉംറ യാത്രകളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചും ആഴത്തിലുള്ള ഒരു വിശദീകരണം കൂടിയാണിത്. 40-ലധികം ജീവനുകൾ പൊലിഞ്ഞ ഈ അപകടത്തിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെട്ട ഏക വ്യക്തിയാണ് ഹൈദരാബാദ് സ്വദേശിയായ മുഹമ്മദ് അബ്ദുൾ ഷോയിബ്. ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 മരണം. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയിലായിരുന്നു ഉംറ തീർത്ഥാടകർ. സൗദി ബസ് ദുരന്തത്തിൽ നിന്ന് മുഹമ്മദ് അബ്ദുൾ ഷോയിബ് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന് കാരണമായത് പ്രധാനമായും അദ്ദേഹത്തിന്റെ ഇരിപ്പിടവും അടിയന്തര സാഹചര്യത്തിൽ അദ്ദേഹം നടത്തിയ പ്രതികരണവും കൂടിയാണ്. അപകട സമയത്ത് 24-കാരനായ ഷോയിബ് ബസ് ഡ്രൈവറുടെ തൊട്ടടുത്ത സീറ്റിലായിരുന്നു ഇരുന്നിരുന്നത്, അതായത് ബസ്സിന്റെ ഏറ്റവും മുൻഭാഗത്ത്. ഡീസൽ ടാങ്കറുമായി ബസ് കൂട്ടിയിടിച്ചപ്പോൾ മുൻഭാഗത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. ടാങ്കറിൽ നിന്നുള്ള ഇന്ധനം കാരണം കൂട്ടിയിടി കഴിഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തീ അതിവേഗം ആളിപ്പടർന്നു. മുൻവശത്തിരുന്നത് കൊണ്ട് അപകടത്തിന്റെ ആഘാതം ഷോയിബിന് മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ തിരിച്ചറിയാനും തീ ബസ്സിന്റെ പിൻഭാഗങ്ങളിലേക്ക് വ്യാപിച്ച് യാത്രക്കാരെ കുടുക്കും മുമ്പ് രക്ഷപ്പെടാൻ സാധിച്ചുവെന്നുമാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുൻഭാഗം കൂട്ടിയിടിയിൽ തകർന്നതിലൂടെ ഉണ്ടായ വിടവുകളോ തകർന്ന ജനൽ വഴിയോ വാതിൽ വഴിയോ ആയിരിക്കണം ഷോയിബ് പുറത്തു കടന്നത്. അതേസമയം ബസ്സിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇരുന്ന യാത്രക്കാരിൽ ഭൂരിഭാഗവും ആ സമയത്ത് ഉറക്കത്തിലും കൂടിയായിരുന്നു. തീ അതിവേഗം പടർന്നതോടെ രക്ഷപ്പെടാനുള്ള വാതിലുകളും വഴികളും അടയുകയും കനത്ത പുകയും ചൂടും കാരണം അവർക്ക് പ്രതികരിക്കാൻ കഴിയാതെ വരികയും ചെയ്തു. തൽഫലമായി ബസ്സിലുണ്ടായിരുന്ന 40-ലധികം പേർ സംഭവ സ്ഥലത്ത് തന്നെ മരണത്തിന് കീഴടങ്ങിയപ്പോൾ ജീവനോടെ കണ്ടെത്തിയ ഷോയിബ് മാത്രമാണ് ഈ ദാരുണമായ ദുരന്തത്തെ അതിജീവിച്ചത്. ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന്റെ നിലവിലെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യവുമല്ല. തീർത്ഥാടനത്തിന്റെ പുണ്യത്തിനായി യാത്ര തിരിച്ചവരുടെ കൂട്ടമരണത്തിന്റെ ഈ ദുരന്തം സൗദി അറേബ്യൻ മണ്ണിൽ സംഭവിച്ച ഒരു സാധാരണ റോഡപകടം എന്നതിലുപരി ഇന്ത്യയിലെ ഒരു പ്രത്യേക സമൂഹത്തിന്, വിശേഷിച്ച് തെലങ്കാനയിലെ ഹൈദരാബാദിലെ ജനങ്ങൾക്ക് അഗാധമായ വേദന സമ്മാനിച്ച സംഭവം കൂടിയാണ്. പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് 42 ഇന്ത്യൻ പൗരന്മാരാണ് ഈ ദാരുണ തീപിടുത്തത്തിൽ മരണപ്പെട്ടതെന്നാണ്. മരിച്ചവരിൽ ഭൂരിഭാഗവും ഹൈദരാബാദ് നഗരത്തിൽ നിന്നുള്ളവരും ആയിരുന്നുവെന്ന വസ്തുത ദുരന്തത്തിന്റെ സാമൂഹികാഘാതം വർദ്ധിപ്പിക്കുന്നുണ്ട്. 20 സ്ത്രീകളും 11 കുട്ടികളും ഉൾപ്പെടെയുള്ളവർ മരണപ്പെട്ട ഈ സംഘം കേവലം യാത്രക്കാർ മാത്രമായിരുന്നില്ല, മറിച്ച് ഉംറ തീർത്ഥാടനത്തിനായി ഒരുമിച്ച് ചേർന്ന വിപുലമായ കുടുംബ ബന്ധങ്ങളോടും സൗഹൃദങ്ങളോടും കൂടിയ ഒരു സമൂഹം തന്നെയായിരുന്നു. ഉംറ യാത്രകൾക്ക് ചെറിയ ഗ്രൂപ്പുകളായി തിരിയുന്ന രീതി നിലവിലുണ്ടെങ്കിലും ഈ പ്രത്യേക സംഘം അടുത്ത ബന്ധുക്കളും കൂട്ടുകാരുമായി ഒരുമിച്ച് യാത്ര ചെയ്തതിനാൽ ഒരു വീട്ടിലെ ഒന്നിലധികം അംഗങ്ങൾ, ഒരു കുടുംബത്തിലെ 3 തലമുറയിലുള്ളവർ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളായ നിരവധി പേർക്ക് ഒരേ സമയം ജീവൻ നഷ്ടമായി. ഇത് ദുരന്തത്തിന്റെ ആഘാതത്തെ പല മടങ്ങ് വർദ്ധിപ്പിച്ചു. തീപിടുത്തത്തിൽ ബസ് പൂർണ്ണമായും കത്തി നശിച്ചതിനാൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ അതീവ ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. വ്യക്തിവിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതിനും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറുന്നതിനും DNA പരിശോധന ഉൾപ്പെടെയുള്ള സങ്കീർണവും സമയമെടുക്കുന്നതുമായ നടപടിക്രമങ്ങൾ ആവശ്യമായി വരും. ഹൈദരാബാദിലെ നിരവധി കുടുംബങ്ങളെ ഒറ്റ രാത്രി കൊണ്ട് തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിട്ട ഹൃദയഭേദകമായ സംഭവം കൂടിയാണിത്. തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിനുണ്ടായ ദാരുണമായ ദുരന്തത്തിന്റെ വാർത്തയറിഞ്ഞ ഉടൻ തന്നെ ഇന്ത്യൻ കേന്ദ്ര സർക്കാരും തെലങ്കാന സംസ്ഥാന സർക്കാരും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സഹായം നൽകുന്നതിനും അടിയന്തരമായി ഉണർന്നു പ്രവർത്തിക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ തലത്തിൽ റിയാദിലെയും ജിദ്ദയിലെയും ഇന്ത്യൻ ഉദ്യോഗസ്ഥർ, സൗദി അറേബ്യയിലെ ഹജ്ജ് ഉംറ മന്ത്രാലയം, പ്രാദേശിക ഭരണകൂടങ്ങൾ, ബന്ധപ്പെട്ട ഉംറ ഓപ്പറേറ്റർമാർ എന്നിവരുമായി നയതന്ത്ര ഏകോപനവും നടത്തി. ഇത് മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനും മറ്റ് നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനും നിർണായകമായി മാറുകയും ചെയ്തു. അതോടൊപ്പം കോൺസുലേറ്റ് ജീവനക്കാരുടെയും സന്നദ്ധരായ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വോളണ്ടിയർമാരുടെയും സംഘം ആശുപത്രികളിലും അപകട സ്ഥലത്തും സജീവമായി രംഗത്തുണ്ടായിരുന്നു. ഇവർ ഇരകളുടെ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും പിന്തുണയും നൽകി. ഈ ദുരന്തത്തിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഞെട്ടലും അഗാധമായ ദുഃഖവും രേഖപ്പെടുത്തുകയും കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കുകയും ചെയ്തു. ഇരകളിൽ ഭൂരിഭാഗവും ഹൈദരാബാദ് സ്വദേശികളായതിനാൽ തെലങ്കാന സർക്കാർ പ്രത്യേക ശ്രദ്ധയോടെയാണ് ഇടപെട്ടത്. തെലങ്കാന മുഖ്യമന്ത്രി A. രേവന്ത് റെഡ്ഡി മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് അടിയന്തര നിർദ്ദേശങ്ങൾ നൽകുകയും ചീഫ് സെക്രട്ടറിയും സംസ്ഥാന DGPയും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെയും സൗദി എംബസിയെയും ബന്ധപ്പെട്ട് ദുരിതാശ്വാസ നടപടികൾ ഏകോപിപ്പിക്കുകയും ചെയ്തു. കുടുംബാംഗങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി തെലങ്കാന സെക്രട്ടേറിയറ്റിൽ ഒരു കൺട്രോൾ റൂം തുറന്നു.
കൂടാതെ റിയാദിലെ ഇന്ത്യൻ എംബസിയുമായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ന്യൂഡൽഹിയിലെ തെലങ്കാന ഭവനിൽ ഒരു പ്രത്യേക സംവിധാനം തുറക്കുകയും ചെയ്തു. മരിച്ചവരുടെ കുടുംബാംഗങ്ങളിലെ ഒരംഗത്തിനെങ്കിലും സഹായത്തിനായി സൗദി അറേബ്യയിലേക്ക് പോകാൻ സൗകര്യമൊരുക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പ് നൽകി. ഈ ദാരുണമായ സംഭവം വിദേശ രാജ്യങ്ങളിൽ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ശക്തമായ ഏകോപനത്തിൻ്റെ ആവശ്യകതയെ എടുത്തു കാണിക്കുന്നുണ്ട്. തീർത്ഥാടന യാത്രകൾക്ക് സൗദി അറേബ്യയിൽ റോഡ് ഗതാഗതത്തെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് എന്നതിനാൽ മക്ക, മദീന പോലുള്ള പുണ്യനഗരങ്ങളിൽ ഇടയിലുള്ള ദീർഘദൂര യാത്രകളിൽ റോഡ് സുരക്ഷയ്ക്ക് അതീവ പ്രാധാന്യവുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഡ്രൈവർമാർക്ക് ആവശ്യമായ വിശ്രമം, വാഹനങ്ങൾ കൃത്യസമയത്ത് നടത്തുന്ന അറ്റകുറ്റപ്പണികൾ, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ്. എന്നാൽ ഡീസൽ ടാങ്കറുമായുള്ള കൂട്ടിയിടിയെ തുടർന്ന് ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അതിവേഗം കത്തിനശിച്ച ദാരുണമായ സംഭവം റോഡ് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ യാത്രക്കാരുടെ സുരക്ഷയെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് നിരവധി ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. വാഹനങ്ങളുടെ അഗ്നിശമന സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തേണ്ടതും അത്യാവശ്യമാണ്. കാരണം ഒരു കൂട്ടിയിടിയെ തുടർന്ന് ഇത്രയും വേഗത്തിൽ തീ ആളിപ്പടർന്ന് പൂർണ്ണമായും കത്തിനശിച്ചത് നിലവിലുള്ള സുരക്ഷാ പ്രോട്ടോക്കോളുകളിലെ പോരായ്മകളിലേക്കോ വാഹനത്തിൻ്റെ ഡിസൈൻ ന്യൂനതകളിലേക്കോ വിരൽ ചൂണ്ടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അപകട സമയത്ത് യാത്രക്കാർക്ക് വേഗത്തിൽ രക്ഷപ്പെടാൻ കഴിയാതെ വന്നത് ബസ്സുകളിലെ അടിയന്തര പുറത്തേക്കുള്ള വാതിലുകളുടെ എണ്ണം, അവയുടെ രൂപകൽപ്പന, യാത്രക്കാർക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാനുള്ള സൗകര്യം എന്നിവയെക്കുറിച്ച് പുനർവിചിന്തനം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. വിശ്വാസികളിൽ ലക്ഷ്യമിട്ടുള്ള ഇത്തരം ദീർഘദൂര യാത്രകൾ നടത്തുന്ന ഓപ്പറേറ്റർമാർ യാത്രാ സുരക്ഷയ്ക്ക് പരമമായ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ഈ ദുരന്തം ഉംറ തീർത്ഥാടനത്തിന് പോകുന്നവർക്കും ഈ യാത്രകൾ സംഘടിപ്പിക്കുന്ന ഏജൻസികൾക്കും സൗദി അധികൃതർക്കും റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ ഒരു ഞെട്ടിക്കുന്ന ഓർമ്മപ്പെടുത്തലായി എന്നും നിലനിൽക്കും. വിശ്വാസത്തിൻ്റെ വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകരുത്.